ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ നാമി മോളുടെ ചോറൂണാണ്. പിശാരികാവ് മുത്തപ്പൻ്റെ അടുത്ത് വെച്ചിട്ടാട്ടോ ചോറ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഉച്ചയ്ക്ക് ഒരു 5:30 ആകുമ്പോൾ ഇറങ്ങിയതാട്ടോ. അന്താക്ഷരി കളിച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ അയ്യപ്പന്മാരെ ഷെൽട്ടർ ഉണ്ടാവുമല്ലോ സ്വാമിമാർക്കല്ലേ, അവിടുന്ന് ഒരു ചുക്ക് കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ കണ്ണൂർ എത്തുന്നതിൻ്റെ ഇത്തിരി മുന്നേ എന്താ പറയുക പൂരിയും ഗ്രീൻ പീസ് കറിയൊക്കെ കഴിച്ചിട്ടോ. പിന്നെ നേരെ മുത്തപ്പൻ്റെ അടുത്തെത്തി. അവിടുന്ന് പുറമേന്ന് മുല്ലപ്പൂവൊക്കെ ചൂടി തന്നിട്ട് അപ്പേട്ടൻ. അത് കഴിഞ്ഞ് നേരെ മുത്തപ്പൻ്റെ നടയിലോട്ട് പോയി. അതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം പിന്നെ നമ്മൾ നേരെ കാല് കഴുകാനാട്ടോ പോയത്. നാമി ഫസ്റ്റ് ടൈമാണല്ലോ കുളത്തിൽ കാല് കഴുകുന്നത്. പിന്നെ അവിടുന്ന് കുളമല്ല പുഴ, അവിടുന്ന് കാല് കഴുകി 3 പ്രാവശ്യം കാല് കഴുകി. പിന്നെ നമ്മൾ നേരെ അമ്പലം ചുറ്റിലും തൊഴുത് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിന് ശേഷം നേരെ ചോറ് കൊടുക്കുന്ന ചടങ്ങിലേക്കാട്ടോ പോയത്. അച്ഛനെ മടിയിലിരുത്തിയിട്ടാണ് ചോറ് കൊടുത്തിരുന്നത്. അങ്ങനെ ചോറ് കൊടുക്കുമ്പോൾ അച്ഛന് ആദ്യം കയറാൻ മടിയിലിരുത്തി കൊടുക്കേണ്ടതുകൊണ്ട് പിന്നെ അമ്മയ്ക്കും പിന്നെ കൂടാതെ കൂടെയുള്ള ഒരു ആൾക്കും കൂടി കയറാട്ടോ. പിന്നെ ബാക്കി എല്ലാവർക്കും പുറത്തുനിന്ന് കൊടുക്കാട്ടോ. പ്രസാദം അവർ പുറത്തേക്ക് തരും. അങ്ങനെ അച്ഛൻ അവിടുന്ന് കൊടുത്തു. അത് പ്രസാദം നല്ല മധുരമുള്ള കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കയറി കൊടുത്തതിന് ശേഷം പിന്നെ അമ്മയാട്ടോ കയറിയത്, അപ്പേട്ടൻ്റെ അമ്മ കയറി. അതിനുശേഷം പിന്നെ എൻ്റെ അച്ഛനും അമ്മയും പുറത്തുനിന്ന് കൊടുക്കാട്ടോ ചെയ്തത്. 3 പ്രാവശ്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്പൂതിരി. അതുകൊണ്ട് ഒരാൾ 3 തവണയായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാമിക്ക് ചോറ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുത്തപ്പൻ്റെ മെയിൻ ഭക്ഷണം ഉണ്ടല്ലോ, മമ്പയർ പുഴുങ്ങിയതും തേങ്ങാക്കൊത്തും പിന്നെ പാൽച്ചായയും, അത് കഴിച്ച് പുറത്തുനിന്ന് ഫോട്ടോസ് എടുത്ത് പിന്നെ അവൾക്ക് പാൽ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വരി ഇരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വരി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ചോറും പരിപ്പ് കറിയും പിന്നെ മോരും ആട്ടേണ്ടിയിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ബോട്ടിങ്ങിനാട്ടോ പോയത്. ബാക്ക് സൈഡിൽ തന്നെ ബോട്ടിങ് ഉണ്ടല്ലോ, അവിടെ ബോട്ടിങ്ങിന് പോയി. പിന്നെ നാമീനെ വെച്ച് കുറേ പാട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ബോട്ടിൽ. അങ്ങനെ അവളെ കൂടെ കുറേ ഡാൻസൊക്കെ കളിച്ച് പിന്നെ അച്ഛൻ അവളെ അടുത്ത് കുറേ ഡാൻസ് കളിച്ചു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കളിക്കാൻ. അങ്ങനെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോട്ടിലുണ്ടായിരുന്ന വേറൊരു ഫാമിലിത്തെ ഒരു കുഞ്ഞു വാവ ഉണ്ടായിരുന്നു കേട്ടോ. ആ വാവ വന്ന് നാമീൻ്റെ അടുത്ത് കുറേ കഥയൊക്കെ പറയാൻ വന്ന് കുറേ തൊട്ട് നോക്കാനൊക്കെ ഇങ്ങനെ വന്നിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസ് കാണിച്ചാൽ ഇതാണ് കേട്ടോ വാവ. ആ അവൻ്റെ കുറേ ഡാൻസൊക്കെ കളിച്ചിട്ടോ. പിന്നെ അവളെ മുടിയൊക്കെ പിടിച്ച് പറിക്കാൻ നോക്കി, പക്ഷേ സമ്മതിച്ചില്ല. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി അവൾക്ക് കുറച്ച് ടോയ്സൊക്കെ വാങ്ങി. പിന്നെ നേരെ വിസ്മയിലോട്ടോ പോയി. കയറുന്നതിന് മുന്നേ നാമീനൊന്ന് മേലേക്കിപ്പിച്ച് അവൾക്ക് മുത്താറി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ നേരെ ഉള്ളോട്ട് കയറിട്ടോ. ഉള്ളിൽ വെള്ളത്തിൽ കളിക്കുന്നതിനോട് ഫോൺ അങ്ങനെ ഉള്ളോട്ട് കൊണ്ടില്ല, ബാഗിൽ വെച്ച് കൂട്ടി വെച്ചത്. വെള്ളത്തിലൊക്കെ കളിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ലേറ്റ് ആയിട്ടോ. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അച്ഛനും അമ്മയും ഒലുമ്പായതുകൊണ്ട് അവർ വെജും ഞങ്ങൾ നോൺ വെജോട്ട് കഴിച്ചത്. ഒരു ട്രെയിനിൻ്റെ ഒരു ഷേപ്പിലുള്ളൊരു ഹോട്ടലായിരുന്നു. പിന്നെ നേരെ സ്ട്രേറ്റ് വീട്ടിലോട്ടാട്ടോ കിട്ടുക. അപ്പം അത് ഇവിടെ എത്ര ഉള്ളൂ.